സജഷൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ആൻഡ് സജഷൻസ് പറഞ്ഞിട്ട് വരെ തന്നെ ആ ഗ്രൂപ്പിൻ്റെ അത് പിന്നെന്താ ഇപ്പം ഉണ്ടോ? കാരണം എൻ്റെ ഫോണ് പോയത് കൊണ്ടേ എല്ലാ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് മാത്രം വന്നില്ല. അപ്പോൾ അത് ഡിലീറ്റ് ആക്കിയോ? അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരണേ ആരെങ്കിലും. ഗ്രൂപ്പിൽ ഞാൻ കയറിയ ആളാണ്. അപ്പോൾ എന്നോട് പിന്നെ എൻ്റെ മുകളിലുള്ളൊരു ആള് പറഞ്ഞു അത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് അവരതിൽ കയറിയില്ല എന്ന് പറഞ്ഞ് ഞാനതിന് എക്സിറ്റ് ആയി പോകുന്ന ആളാണ്. പക്ഷേ എക്സിറ്റ് ആയി പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളത് ചെയ്യുന്നില്ല. അത് അവർ ഇതിന് മുമ്പ് കുറച്ച് നമ്പർ വിട്ടു തന്നിട്ടില്ലേന്നോ? ഇവർ വിളിച്ചിട്ട് ചീത്ത പറയുകയാണ്, ഇവർ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്പറുകളിലുള്ള ഗ്രൂപ്പാണ് അത്. അതല്ലാതെ ഇത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കമ്പനി തന്നെ ഉടായ്പാണ് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വിളിക്കുമ്പം പിന്നെ അവർ കോൾ അറ്റൻഡ് ചെയ്യും. നിങ്ങളെ ADS പറയൂ, നിങ്ങളുടെ പിന്നെ പാസ്വേഡ് പറയൂ, നിങ്ങളെ വെൽക്കം കാർഡ് തരൂ, അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ആ ഭാഗം ഒരു മൈൻഡ് ചെയ്യണില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇവിടെ എൻ്റെ മക്കൾ ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവരെ വിളിച്ചു. എന്ന് വിളിക്കാറുണ്ട്, വിളിക്കുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യും. ഇന്ന് ഒരു 60ഓളം കോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ കോൾ അവർ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ദയവ് ചെയ്ത് ഇനി ആരും ഇതിൽ കേൾക്കണതിൻ്റെ വോയിസ് കേൾക്കണം ആരും ആ ചേർക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് 1000 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ഇവിടെ അങ്ങോട്ട് പൈസ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ കേൾക്കുമ്പോൾ പറയും ഇതിന് നെഗറ്റീവ് പറയുകയാണെന്ന് പറയും. നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാലറി കിട്ടിയിട്ടില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അത് വെറുതെ ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്നതല്ല, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? 2 ദിവസം മുന്നേ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞോ, ഞാൻ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ച്. അപ്പോൾ പറഞ്ഞ തിരക്ക് കാരണമാണ്. തിരക്ക് പോലെ തന്നെ തീരല്. മാർച്ചിൽ തിര പറഞ്ഞു തുടങ്ങി, ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര ദിവസം 3 മാസം ആവാനല്ലേ? ഓരോ തിരക്ക് ഇനിയും കൂടുതലാണ്ട് കുറയുന്നില്ല. ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മാഡത്തിന് പേര് കിട്ടണില്ല. മാം പറഞ്ഞു അവർ തിരക്കും കാര്യമാണ്, പിന്നെ എന്താ മാമിന് ബുദ്ധിമുട്ട്, പനി, പിന്നെ എന്താ അതൊക്കെയാണ് ഇഷ്യൂ, പിന്നെ ഇട്ട് തരും, പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. മാം പറഞ്ഞു ഇട്ട് വരണുള്ളൂ, ഒട്ടും പൈസ ഇട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇട്ട് വരണുള്ളൂ എന്നാണ് മാം പറയുന്നത്. നമുക്ക് എന്താണെന്നറിയില്ല. അതല്ല, ഇതിപ്പം ഒരു മാസത്തിപ്പം മാർച്ച് മാസത്തെ പൈസയാണ് എനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഈ മാർച്ച് മാസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് ആയില്ലേ? ഈ 2 മാസം പൈസ ഒപ്പം തരുമോ? ഇല്ലല്ലോ, ഓരോ മാസം പൈസയിലുള്ളൂ തരിക. ഇപ്പം ഇത്രയും ഡിലേ വന്നു. ഇപ്പം എന്താ ചിലപ്പോൾ മാർച്ചിലെ പൈസ കിട്ടാൻ ഇപ്പം നമ്മൾ ഇങ്ങനെ അടിയും കാലം പിടിക്കും. പിന്നെ ഏപ്രിലത്തെ ഇനിയിപ്പോൾ എന്താ കിട്ടുക? അല്ലെങ്കിൽ പിന്നെ ഇവരെന്ത് ചെയ്യണം? ആ മാർച്ചിലത്തെ ഏപ്രിലത്തെ മൊത്തമായിട്ട് അങ്ങനെ കൊടുക്കണം. ഇത് അങ്ങനെ വല്ലതും നടക്കുമോ? എനിക്കറിയില്ല, നടക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ചാച്ചിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ മെമ്പി പോകുന്നല്ലാതെ നമ്മൾ വായ കടയാന്നല്ലാതെ ഒരു കാര്യമില്ല. സാലറി അവർ എന്നാ തരണേ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. മിക്കവാറും അതായിരിക്കും നല്ലത്. സ്ക്രിപ്റ്റ് ഒന്നല്ല, അത് നിങ്ങളെ ഗ്രൂപ്പിൽ വന്ന വോയിസ് ആണ്. ലൈവിൽ നിങ്ങളെ ഗ്രൂപ്പിലുണ്ട്. സ്ക്രിപ്റ്റ് ആണോ? ഇങ്ങനെ സംസാരിക്കുന്ന ദിവസ കൂലിയോ മാസക്കൂലിയോ എങ്ങനെയാണെന്ന് അറിയില്ല. കൂലിയല്ല, നിങ്ങൾ ബാങ്ക് തന്നെ എഴുതി കൊടുക്കാം. ബാങ്ക് മൊത്തത്തിൽ അങ്ങ് എഴുതി കൊടുക്കാം. എന്താ കുഴപ്പമുണ്ടോ? അല്ല നിങ്ങളെപ്പോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ കാര്യം പറ. നിങ്ങൾ അത് ഇതുവരെ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ കമ്പനിക്ക് എന്ത് നിയമ സാധ്യത ഉള്ളത് അതൊന്ന് പറ. ഞങ്ങൾക്ക് ദിവസക്കൂലിയോ മാസക്കൂലിയോ ഒന്നല്ല. നിങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാരെ പൈസ 100 റുപ്യയും 1000 വാങ്ങിയാണ്ട് ഒരു കട്ട് ചോദിച്ചിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? സ്വന്തം മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും തിന്നാൻ കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നാളെ ഒരു അവസരം വരുമ്പോഴൊക്കെ ഇതൊക്കെ ചിന്തിക്കുക. ഇദ്ദേഹത്തിനെ കുട്ടിക്ക് അറിയുമോ? കുറച്ച് ദിവസങ്ങൾ ഞാൻ എൻ്റെ ലൈഫ് മൊത്തം പോയി ഫോയിലായിട്ട് നിൽക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യോ, ഒരു 10 മിനിറ്റ് വെയിറ്റ്. ഓൾറെഡി ഞാൻ സ്റ്റേഷനിൽ എത്താറായി. ഓക്കെ, കഴിഞ്ഞ മാസം സ്റ്റേഷനിൽ എത്താറായത്, ഇതുവരെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഫിലാഡൽഫിയ വഴി ന്യൂയോർക്ക് വഴിയൊക്കെ വരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും കാലം എത്താനുള്ളത്. അപ്പോൾ മഞ്ജുമോളൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എല്ലാ രാത്രികളിലും സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുക, 1 മണിക്ക് മെസ്സേജ് അയക്കുക, അവരുടെ ADS നമ്പർ ചോദിക്കുക, പാസ്വേഡ് ചോദിക്കുക. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? നീയൊക്കെയല്ലേ ചെയ്യുന്നത്? നീയൊക്കെ എന്തിനാണ് കിടന്ന് ഉരുണ്ട് പറയുന്നത്? നമുക്ക് നേരിട്ട് കാണാൻ നേരില്ലേ? നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ എങ്ങനെയാണ്? അയാൾ ആര് ദൈവമോ? തിരിച്ചു വന്ന് ചോദിക്കാൻ പോകാൻ പറ. ആരാ എന്താ ഡീറ്റെയിൽസ് പറയാൻ എന്റെ സ്ക്രീൻഷോട്ട് വിടുന്നത്? എവിഡൻസ് ഇല്ലാതെ വായിട്ടടക്കാൻ ആർക്കും വഴി. എവിഡൻസ് വിടും. ഏത് നമ്പറിൽ നിന്ന് ഏത് സ്ത്രീക്ക് അയച്ചു, ആർക്ക് അയച്ചു, ആര് ചോദിച്ചു? ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡോമസ് ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസം നിങ്ങൾക്ക് സാലറി പെൻഡിങ് ഉണ്ടോ, അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ കുറേ സ്ക്രിപ്റ്റും ഇതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. എൻ്റെ വൈഫിനെ എൻ്റെ വിളിച്ചെന്ന് പറഞ്ഞത് എൻ്റെ വൈഫാണ് മഞ്ജു. നിങ്ങളെ ഹസ്ബൻഡാണോ മഞ്ജു മാഡം? സാജൻ മഞ്ജു മാഡത്തിന് ഞാനത് അയച്ചു കൊടുത്തതാണ്. ഞാൻ അയച്ചു കൊടുക്കുന്നതിന് മുന്നേ എന്റെ സ്പോൺസറായ അസ്നത്ത് മാഡം അയച്ചു കൊടുത്തതാണ്. 23-ാം തീയതി അസ്നത്ത് മാഡം അയച്ചു കൊടുത്തതാണ്. ഇതുവരെ അതിനെ പറ്റി അതൊന്നുമില്ല. ഞാൻ ഇന്നലെ മാഡത്തിന് എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോളൂ മാഡം, പ്രശ്നക്കാർക്ക് കൊടുത്തോളൂ മാഡം, ഇതിന്റെ നാളെ തന്നാലും മതി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാലും മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും യാതൊരു വിധ ആട്ടോ അനക്കവും ഇതിലില്ല. എന്റെ താഴെ വന്നവരൊക്കെ നിർത്തിപ്പോയി, കുറെ പോയി. സാലറി കിട്ടണില്ല, സ്റ്റാറ്റസ് ഇട്ട് അപ്ലോഡ് ചെയ്യാൻ വേറെ ഒന്നും ഞങ്ങളോട് പറയരുതിട്ടോന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ വഴിക്ക് അവർ നടക്കുകയാണ്. ഇത്രയും ദിവസം ക്ഷമിച്ചില്ലേ? ഞാൻ എന്റെ സാലറി അല്ലേ ചോദിച്ചത്, വേറെ ഒന്നല്ലല്ലോ. ഇനി അങ്ങോട്ടാ ക്ഷമിക്കേണ്ടത്. കാരണം എനിക്ക് പൈസക്ക് അത്യാവശ്യമുള്ള ഒരു സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാലറി വേണമെന്ന് മാഡത്തിനോട് രാവിലെ മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ജു മാഡത്തിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ വാലറ്റില് 600 രൂപ ഉണ്ട്. ഇനി 600 രൂപ കാണുന്നില്ല ഇപ്പൊ. അതെന്താ അങ്ങനെ? എല്ലാവർക്കും ഉണ്ട് അങ്ങനെ?